ഒടുവിൽ സംഘ് പരിവാരത്തിന് കീഴടങ്ങി എമ്പുരാൻ സിനിമ 17 വെട്ട് വെട്ടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. 27 മിനിറ്റ് ഇതിൽ നിന്ന് കട്ട് ചെയ്യാനുള്ള തീരുമാനമുണ്ടായി. അതിൻ്റെ ഭാഗങ്ങൾ 17 ഭാഗങ്ങളായിട്ട് വെട്ടിക്കൊണ്ടാണ് 26 മിനിറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. ഒരു പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും സെൻസർ ബോർഡ് അംഗീകാരം നൽകിയിരിക്കുന്ന ഒരു മലയാള സിനിമ ഈ തരത്തിൽ പ്രദർശിപ്പിച്ചതിന് ശേഷം പിടിച്ചെടുത്തുകൊണ്ട് ഒരു സംഘത്തിൻ്റെ പരാതി പ്രകാരം കട്ട് ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടായത്. ഇതിലുള്ള വിഷയം എന്ന് പറയുന്നത് ചരിത്ര സംഭവത്തെ കൃത്യമായ രീതിയിൽ അവലോകനം ചെയ്തിരിക്കുന്ന ഒരു സിനിമയായിട്ടാണ് അവരിതിനെ കാണിക്കുന്നത്. വർഗീയപരമായിരിക്കുന്ന പരാമർശമുള്ള ഒരുപാട് സിനിമകൾ ഇതിനു മുൻപ് പുറത്തിറങ്ങിയിട്ടുണ്ട്. കേരള സ്റ്റോറി ഇതിനു മുമ്പ് ലവ് ജിഹാദുമായിട്ട് ബന്ധപ്പെട്ട ആളെ റിക്രൂട്ട് ചെയ്ത് സിറിയയിലേക്ക് മതപരിവർത്തനം നടത്തുന്നു എന്ന് പറഞ്ഞ് രാജ്യത്തുടനീളം വലിയ രീതിയിലുള്ള പ്രതിഷേധ കാര്യങ്ങളൊക്കെ ഉണ്ടായതാണ്. ആ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി കൂട്ടിച്ചേർക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ സംഭവം നടന്നിട്ടുമില്ല. അതൊരു സിനിമയായിട്ട് കലാരൂപമായിട്ട് മാത്രം കണ്ടാൽ മതി. വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം എന്ന തരത്തിനപ്പുറമായ രീതിയിൽ ഇതിന് ഒരു വലിയ രീതിയിലുള്ള ഒരു വർഗീയ വിദ്വേഷവും പരാമർശവും നൽകുന്ന രീതി ശരിയല്ല എന്ന അഭിപ്രായം കലാസാഹിത്യ രംഗത്തൊക്കെ ഉള്ള ആളുകൾ മുൻകൂട്ടി തന്നെ ഈ വിവരവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൻ്റെ സർക്കാരൊക്കെ അതിന് പൂർണ്ണമായ രീതിയിൽ സിനിമയ്ക്ക് പിന്തുണ നൽകി അദ്ദേഹം ഫാമിലിയുമായിട്ട് സിനിമ കണ്ടിരിക്കുന്ന ഫോട്ടോകളൊക്കെ പുറത്തു വന്നതാണ്, സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിച്ചാണ്. സാംസ്കാരിക കലാരംഗത്തുള്ളവരൊക്കെ സജീവമായ രീതിയിൽ ഈ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ അതേ രീതിയിൽ തന്നെ പ്രദർശിപ്പിക്കണം എന്ന അഭിപ്രായം നടന്നുകൊണ്ടിരിക്കുന്നതിൽ തന്നെ അതിനിടയിൽ തന്നെ ഇപ്പോൾ എന്തായിട്ട് ഈ സംഘപരിവാറിൻ്റെ വലിയ രീതിയിലുള്ള സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് ഈ സിനിമ കട്ട് ചെയ്യാൻ വേണ്ടി 17 മിനിറ്റ് വെട്ടാനും 26 മിനിറ്റ് ഒഴിവാക്കാനും വേണ്ടി തീരുമാനിച്ചതിൻ്റെ പുറമെ ഇതിലെ നായകനായിരിക്കുന്ന മോഹൻലാൽ മാപ്പ് പറയുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അതിശയിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സിനിമാ നടൻ ഇങ്ങനെയൊക്കെ ഒരു ഖേദപ്രകടനം നടത്തുന്നത് ഒരുപക്ഷെ ആദ്യമായിട്ടാണ്. മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കേണൽ പദവിയുള്ള കേന്ദ്ര സർക്കാർ കേണൽ പദവി നൽകപ്പെട്ട ഏറ്റവും ശ്രദ്ധേയനായിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇതിൽ പ്രധാനമായിരിക്കുന്ന കഥാപാത്രങ്ങളൊന്നും മുസ്ലിം കഥാപാത്രമല്ല എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഇപ്പോൾ പറയുന്നത് വില്ലൻ്റെ പേരിൽ മാറ്റം വരുത്തണം, അത് മറ്റൊരാളുടെ പേര് നൽകണം എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. വിഷയം എന്ന് പറയുന്നത് ചരിത്ര സംബന്ധമായിരിക്കുന്ന കാര്യം നടന്നിരിക്കുന്ന സംഭവത്തെ വസ്തുനിഷ്ഠമായ രീതിയിൽ അവതരിപ്പിച്ചു എന്നുള്ളതാണ് ഇഷ്ടപ്പെടാതെ പോയത് സംഘപരിവാരത്തിന് എന്നുള്ളതാണ് അഭിപ്രായം. അതിന് 2002 നടന്ന ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചും അതിനോടനുബന്ധിച്ചുണ്ടായിരിക്കുന്ന ഗോദ്ര തീവപ്പ് കലാപവുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചും ഇതിൽ പരാമർശമുണ്ട്. ഇതൊരിക്കലും ഗുണപരമായിരിക്കുന്ന കാര്യമല്ല, വർഗീയ ചേരിതിരിവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധ്യമാകുന്നതാണ് എന്ന തരത്തിലുള്ള വിമർശനമാണ് ഉണ്ടായത്. അതിന് ഓർഗനൈസർ പത്രമാണ് ഇതിനെ ഗൗരവത്തിലെടുത്തുകൊണ്ട് വലിയ വർഗീയ വിഷയങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള അഭിപ്രായ പ്രകടനം നടത്തിയത്. ആദ്യമൊക്കെ ചെറിയ രീതിയിലൊക്കെ സോഷ്യൽ മീഡിയയിലാണ് ഇതിൻ്റെ വിമർശന കാര്യങ്ങളൊക്കെ പ്രചരിച്ചിരുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയും കാര്യങ്ങളൊക്കെ നടന്നു. അത് മീഡിയക്കാർ ഏറ്റെടുത്തു. BJP നിലപാട് പറഞ്ഞു അത് സിനിമയായിട്ട് കണ്ടാൽ മതി. BJP സംസ്ഥാന പ്രസിഡന്റ്, ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റും ഈ മുൻപത്തെ സംസ്ഥാന പ്രസിഡന്റും ഒക്കെ പറഞ്ഞ ഒറ്റ അഭിപ്രായം തന്നെയാണ്, അത് സിനിമയായിട്ട് കണ്ടാൽ മതി, അതിൽ വിഷയങ്ങളൊന്നുമില്ല. ഇങ്ങനെ ഒഴിവാക്കുന്ന സമയത്ത് അതിൽ കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും വിമർശിക്കുന്ന ഒരുപാട് രംഗങ്ങളുണ്ട്. ആ രംഗങ്ങളും കൂടി ഒഴിവാക്കണം. അങ്ങനെ ഒഴിവാക്കുന്ന സമയത്ത് അത് യഥാർത്ഥം പറഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് പോലും ഇല്ലാത്തൊരു സിനിമയായിട്ട് ചുരുങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ സിനിമയായിട്ടും കലാരൂപമായിട്ടും കണ്ടാൽ മതി. അത് ആസ്വാദനവും ആനന്ദവുമായിട്ട് കാണുന്ന രീതിയിൽ സിനിമയെ സമീപിക്കേണ്ടതുള്ളൂ എന്നുള്ളതാണ് സാഹിത്യകാരന്മാരുടെ അഭിപ്രായത്തിലൊന്നും വലിയ വിലയൊന്നും ഇപ്പോൾ ഇല്ല. 100 കോടി നിലവിൽ ഇപ്പോൾ അതിൻ്റെ കളക്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. 48 മണിക്കൂറിനിടയിലാണ് ഇത്രയും വലിയ കളക്ഷൻ വന്നിരിക്കുന്നത്. അത് ഏകദേശം ഒരു 3 കോടിയോ അതിന് മേലെയൊക്കെ ഉണ്ടാവാൻ സാധ്യത വരുന്നതിനോടനുബന്ധിച്ചാണ് ഈ വിവാദവും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. മേജർ രവി മോഹൻലാൽ മാപ്പ് പറയണമെന്നുള്ള അഭിപ്രായക്കാരനാണ്. അദ്ദേഹം പറഞ്ഞ് വല്ലാതെ കഴിയുന്നതിന് മുമ്പ് മാപ്പ് പറയുകയും ചെയ്തു. മാപ്പ് പറയുന്നതിൻ്റെ കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് തന്നെ വിശദീകരിച്ച് പറയാൻ വേണ്ടി പറ്റില്ല. കാര്യം എന്ന് പറഞ്ഞാൽ മേജർ രവിയുടെ സിനിമയിലും ഇത്തരം വർഗീയപരമായിരിക്കുന്ന മുസ്ലിം പരാമർശങ്ങൾ ഒരുപാടുള്ള സിനിമകളുണ്ട്. അതിനെക്കുറിച്ചൊന്നും ആരും ഇതിന് എതിരഭിപ്രായം ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നിലവിലെ സാഹചര്യം പറയുന്ന സമയത്ത് ജിഹാദികളുടെ പണം ഉപയോഗിച്ചുകൊണ്ട് സിനിമ നിർമ്മിക്കപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത്. അതിന് ആ ജിഹാദി എന്ന് പറയുന്ന വിഭാഗം ഏത് തരത്തിലാണ് അതിന് പരാമർശം വെച്ചതെന്നൊന്നും മനസ്സിലാക്കാൻ തന്നെ പറ്റുന്നില്ല. അത് ഏതാണെന്നുള്ളതിനെക്കുറിച്ച് വിശദീകരണം നൽകണം എന്നൊക്കെ പാർട്ടിക്കാരൊക്കെ പറയുന്നുണ്ട്. ജോർദാനിൽ വെച്ച് IS-ഉമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് എന്നാണ് പൃഥ്വിരാജിനെ കുറിച്ചുള്ള പരാതി.
പൃഥ്വിരാജ് ഒരു മുസ്ലിം മത വിശ്വാസിയല്ല. അദ്ദേഹം ഈ സിനിമാ ഷൂട്ടിങ് ആടുജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പ്രധാനമായിരിക്കുന്ന ഷൂട്ടിങ് മേഖലയൊക്കെ ജോർദാൻ്റെ മരുഭൂമിയിലാണ്. അവിടെ വെച്ചുകൊണ്ട് അവിടെ ഒരുപാട് അദ്ദേഹം താമസിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, IS തീവ്രവാദികളുമായിട്ട് ഇദ്ദേഹം ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും അതിനോടനുബന്ധിച്ച് ജിഹാദികളുടെ പണം ലഭ്യമായിട്ട് അവർക്ക് അനുകൂലമായിരിക്കുന്ന സിനിമ ഇറക്കിയതാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ തിങ്കളാഴ്ച മുതൽ, അതായത് നാളെ മുതലാണ് എന്ത് ചെയ്യുന്നത്, തിരുത്തലുകൾ വരുത്തിയിരിക്കുന്ന സിനിമ പ്രദർശനത്തിന് വേണ്ടി വരിക. കേരള സ്റ്റോറിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൽ വിവാദം ഉണ്ടായിരിക്കുന്ന അതിലെ പ്രധാനമായിരിക്കുന്ന വിവാദ ഭാഗങ്ങൾ വെട്ടിച്ചുരുക്കണം എന്ന അഭിപ്രായം ഈ എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ടതോടനുബന്ധിച്ച് ഇപ്പം തന്നെ വന്നിരിക്കുകയാണ്. അപ്പോൾ ലവ് ജിഹാദുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അതിൽ വളരെ കൃത്യമായ രീതിയിൽ എന്ന തരത്തിലാണ് എല്ലാ കഥകളും മുഴുവൻ പ്രചരിപ്പിച്ച 100-ലധികം മലയാളികളായിരിക്കുന്ന പെൺകുട്ടികളെ ഇവിടെ ഈ സിറിയയിലേക്ക് നാട് കടത്തിക്കൊണ്ട് ഇസ്ലാം മതം വിശ്വസിപ്പിച്ചു, അവിടെ നിന്ന് വിവാഹം കഴിപ്പിച്ചു. അങ്ങനെ ആ തരത്തിലാണ് ആ കാര്യങ്ങൾ പോകുന്നത്. എല്ലാ തരത്തിലുള്ള അന്വേഷണം ഹൈക്കോടതി വരെ നേരിട്ടുകൊണ്ടുള്ള അന്വേഷണങ്ങളൊക്കെ നടത്തിയിട്ടും ഇത്തരമൊരു ജിഹാദുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചുള്ള ഒരു വിവരങ്ങളും നൽകാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ സാധിച്ചിട്ടില്ല. അന്വേഷണത്തിൽ എവിടെ എത്തിയിട്ടില്ല. എന്നാലും അതുമായിട്ട് ബന്ധപ്പെട്ട് സിനിമ ഇറങ്ങിയപ്പോൾ അത് വിവാദമായി എന്നല്ലാതെ യഥാർത്ഥത്തിൽ അതിലെ ഭാഗങ്ങൾ കട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആരും കോടതിയെ സമീപിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് ഈ കേരള സ്റ്റോറിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട സമയത്തോ വിവാദങ്ങൾ ഭീഷണി സ്വരത്തിലായി, അത് വലിയ പ്രശ്നങ്ങളായി. കേന്ദ്രം ഭരിക്കുന്നത് BJP സർക്കാർ ആയതുകൊണ്ട് നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വരും. ഇനി മുന്നോട്ട് ഒരു സിനിമ ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും അതിനെ ബാധിക്കും എന്നുള്ള സ്ഥിതിയിലേക്ക് വന്ന സമയത്താണ് മോഹൻലാൽ അത് ഖേദപ്രകടനം നടത്തിയത് കൊണ്ട് തന്നെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇത്തരമൊരു സിനിമ ഇറക്കിയതിൽ ഉണ്ടായിരിക്കുന്ന മനോവിഷമത്തിൽ ഖേദം പ്രകടിപ്പിക്കുകയും അതോടൊപ്പം വിവാദമായിരിക്കുന്ന ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് സിനിമ പ്രദർശനത്തിന് എത്തുകയും സഹകരിക്കുകയും ചെയ്യണം എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഒരു അസാധാരണമായിരിക്കുന്ന ഒരു വിജയമാണ് യഥാർത്ഥത്തിൽ ഈ സിനിമയെ കേന്ദ്രീകരിച്ച് ഉണ്ടായത്. പരമാവധി കേരളത്തിലെ എല്ലാ സാംസ്കാരിക നായകന്മാരും ഇതേക്കുറിച്ച് അഭിപ്രായം പറയുകയും പിന്തുണ അറിയിക്കുകയും ചെയ്തു. പെട്ടെന്ന് സുപ്രഭാതത്തിൽ ഇല്ലാതായി എന്നുള്ളതാണ്. അപ്പോൾ ഈ BJP സർക്കാരുമായും BJPയുടെ പ്രധാനമന്ത്രിയുമായിട്ടും ഒക്കെ വലിയ ബന്ധങ്ങളുള്ള ഒരാളാണ് മോഹൻലാൽ എന്ന് പറയുന്നത്. ഇതിനു മുമ്പ് തന്നെ പ്രധാനമന്ത്രിയെ സന്ദർശിക്കാൻ പോവുകയും പ്രധാനമന്ത്രി നൽകപ്പെട്ട പോസിറ്റീവ് എനർജി തനിക്ക് മറക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുകൂടി പറഞ്ഞ കേണൽ പദവിയുള്ള വ്യക്തിയാണ് മോഹൻലാൽ. അദ്ദേഹമാണ് ഇതിൻ്റെ നായകൻ സ്ഥാനത്തേക്ക് വരുന്നത്. സംവിധാനം പൃഥ്വിരാജ് മുസ്ലിം അല്ല, അതിന് നിർമ്മാതാവ് മുസ്ലിം അല്ല, അതിന് ബന്ധപ്പെട്ട ആരും മുസ്ലിമിൻ്റെ പരാമർശമുള്ള ആരും ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് നിലവിലില്ല. നേരെ തിരിച്ചിട്ട് അതിൻ്റെ നായകൻ ഇപ്പോൾ മമ്മൂട്ടി ആയിരുന്നെങ്കിൽ അതിൻ്റെ രൂപകാര്യങ്ങൾക്കൊക്കെ വലിയ മാറ്റം വരികയായിരുന്നു. സമീപനത്തിലുള്ളവർക്കും ഈ അഭിപ്രായങ്ങൾ പറയുന്നതൊക്കെ ഇതിനേക്കാണ് ഗൗരവത്തിലും കനമുള്ളതുമായിരിക്കുന്ന അഭിപ്രായമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇതിനെ ചിത്രീകരിക്കുക എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ സാംസ്കാരികമായിരിക്കുന്ന ഒരു നിലയം പോലും പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ അതിനെ പോലും വിലയിരുത്തുന്നത് വർഗീയ ഭാവത്തോടും മുഖത്തോടും കൂടിയാണ് എന്നുള്ളത് ഇതോടുകൂടി തെളിഞ്ഞിരിക്കുകയാണ്. ഇതിനു മുൻപ് നമ്മൾ സിനിമാ ഫീൽഡ് എടുത്ത് പരിശോധിച്ചാൽ അതിൽ ഏകദേശം 90% മുസ്ലിം വിശ്വാസത്തെയും മുസ്ലിം ആചാരത്തെയും അനുഷ്ഠാനത്തെയും വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യവും എന്തിന് മലപ്പുറത്ത് സംസാരിക്കുന്ന ഭാഷ പോലും കളിയാക്കിക്കൊണ്ട് സിനിമ ഇറങ്ങിയിട്ടുണ്ട്. 1, 2, 3 കല്യാണം കഴിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കുടുംബത്തിലുള്ള വിഷയകാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരുപാട് സിനിമകളുണ്ട്. പ്രിയദർശൻ തന്നെ ഇറക്കിയിരിക്കുന്ന സിനിമ കുടുംബകലവുമായിട്ട് ബന്ധപ്പെട്ടും മുസ്ലിങ്ങൾ ഒന്നിൽ അധികം കല്യാണം കഴിക്കുന്ന സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് കളിയാക്കിയിട്ടാണ് സിനിമ. എന്നാൽ ഈ പറയപ്പെട്ട മലയാള ഏറ്റവും പ്രസിദ്ധനായിരിക്കുന്ന സംവിധാനമായിരിക്കുന്ന പ്രിയദർശന് പോലും തൻ്റെ കുടുംബത്തെ നേരെ കൊണ്ടുപോകാൻ പറ്റില്ല. ലിസിയുമായിട്ട് പ്രശ്നങ്ങളുണ്ടായി, അത് ഡൈവേഴ്സിൻ്റെ വക്കീലെത്തി ഡൈവേഴ്സ് ചെയ്തെന്നാണ് തോന്നുന്നത്, അതിന് കൃത്യം എനിക്കറിയില്ല. ഏതായിരുന്നാലും സ്വന്തം ജീവിതത്തിൽ കുടുംബപരമായിരിക്കുന്ന വിഷയത്തിന് വേണ്ട തരത്തിലുള്ള ഒരു ബന്ധ സൃഷ്ടിപ്പൊന്നും ഉണ്ടാക്കാൻ സാധിക്കാത്തവർ തന്നെ പുറത്ത് മുസ്ലിങ്ങളെ വിമർശിക്കാൻ വലിയ താല്പര്യം കാണിക്കുന്നത് പല സിനിമയിലും കാണാൻ വേണ്ടി പറ്റും. ഇപ്പം മലയാള സിനിമ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഒരു കൃത്യമായ രീതിയിൽ ഏറെക്കുറെ ആർക്കും പറയാൻ വേണ്ടി പറ്റുന്നതാണ്, കുടുംബത്തിൽ വലിയ പ്രയാസവും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ശാന്തമായി പോകുന്നത് മമ്മൂട്ടിയുടെ കുടുംബമാണ്. പരമാവധി ബാക്കിയുള്ള എല്ലാ കുടുംബത്തിലും സംഘർഷങ്ങളും വിഷയങ്ങളും തെറ്റിപ്പിരിയലും കോടതിയും കേസും അതുമായിട്ട് ബന്ധപ്പെട്ട അമ്മ എന്ന് പറയുന്ന സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട ആ വിഷയങ്ങൾ മുഴുവനും ഉണ്ടായത് യഥാർത്ഥത്തിൽ ദിലീപുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ തുടർച്ചയായിട്ടാണ്. അപ്പോൾ മഞ്ജു വാര്യരുമായിട്ട് ബന്ധപ്പെട്ട വിഷയമൊക്കെ നമുക്കറിയാവുന്നതാണ്. നമ്മളത് എടുത്ത് വിമർശിക്കുകയല്ല,
പക്ഷെ അവരൊന്നും അവരുടേതായിരിക്കുന്ന ഒരു കുടുംബജീവിതം കൃത്യമായ രീതിയിൽ പാലിക്കാൻ കഴിയാത്തവരും മുസ്ലിം കുടുംബവും മുസ്ലിം സംസ്കാരവും അതിൻ്റെ പാശ്ചാത്തലവും കളിയാക്കിക്കൊണ്ട് ഒരുപാട് സിനിമകൾ ഇറക്കിയിട്ടുണ്ട്. ആർക്കും അതിൽ പരാതികളൊന്നുമില്ല. അതൊരു കലാരീതിയായിട്ട് നോക്കിയാൽ മതി എന്നുള്ളതാണ് അഭിപ്രായം. നിങ്ങൾ ഓരോരുത്തർ സിനിമകൾ എടുത്ത് പരിശോധിച്ച് നോക്കൂ. മുസ്ലിങ്ങളുടെ തങ്ങന്മാരെ വിമർശിച്ചുകൊണ്ടും കളിയാക്കിക്കൊണ്ടും, അതേപോലെ തന്നെ മുസ്ലിം ആചാരങ്ങൾ വിമർശിച്ചും കളിയാക്കിക്കൊണ്ടും, മുസ്ലിം വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടും മുസ്ലിങ്ങൾ സംസാരിക്കുന്ന ഭാഷയുമായിട്ട് ബന്ധപ്പെട്ടും വേഷവുമായിട്ട് ബന്ധപ്പെട്ടും കളിയാക്കിയ ഒരുപാട് സിനിമകൾ കാണാൻ വേണ്ടി സാധിക്കും. അവിടെ ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു വൈകാരികമായിരിക്കുന്ന ഒരു നിലം എമ്പുരാൻ്റെ സിനിമയിൽ എന്തിനാണ് എന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും തെറ്റാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല.